അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ ലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ പ്രവി ജവനീത്. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 11 വ്യാഴാഴ്ച. ആലപ്പുഴയിൽ നടക്കുന്ന CPI സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനം. മുഖ്യമന്ത്രിക്ക് MR അജിത് കുമാറുമായി വഴിവിട്ട ബന്ധമുണ്ടെന്നും അജിത് കുമാർ ചെയ്യുന്നതിനെല്ലാം കൂട്ടുനിൽക്കുന്നത് മുഖ്യമന്ത്രിയാണെന്നുമാണ് വിമർശനം. കൂടാതെ ആഭ്യന്തര വകുപ്പിനെ ബിനോയ് വിശ്വം സംരക്ഷിക്കുന്നു എന്ന രീതിയിലും വിമർശനം ഉയർന്നിട്ടുണ്ട്. അതേസമയം ധനമന്ത്രി മന്ത്രിമാർക്ക് ഫണ്ട് അനുവദിക്കുന്നതിൽ പക്ഷഭേദം കാണിക്കുന്നുവെന്നും CPI മന്ത്രിമാരുടെ വകുപ്പുകൾക്ക് പണം ലഭിക്കുന്നില്ല എന്നും വിമർശനം ഉയർന്നു. ധനവകുപ്പ് അവഗണിക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്ത് ഫണ്ട് വാങ്ങിയെടുക്കാനുള്ള ആർജവം മന്ത്രിമാർ കാണിക്കണം എന്നും വിമർശനം ഉയർന്നു. പൂരം കലക്കൽ മുതൽ കസ്റ്റഡി മർദ്ദനങ്ങൾ വരെ പോലീസിനെ വെള്ളപൂശുന്ന സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെ ആഞ്ഞടിച്ച് CPI സമ്മേളന പ്രതിനിധികൾ. ആഭ്യന്തര വകുപ്പിനെ ഇങ്ങനെ തഴുകുന്നത് എന്തിനെന്നും പൊതുജനത്തിന് അറിയാവുന്ന കാര്യങ്ങളിൽ പുകമറ എന്തിനെന്നും പൊതുചർച്ചയിൽ വിമർശനം ഉയർന്നു. പോലീസ് കസ്റ്റഡി മർദ്ദനത്തിൽ മുഖ്യമന്ത്രി എന്തുകൊണ്ട് മൌനം പാലിക്കുന്നുവെന്ന ചോദ്യം ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രി ആരെയാണ് ഭയപ്പെടുന്നതെന്നും ആഭ്യന്തര വകുപ്പിനെതിരായ ആരോപണത്തിന് മന്ത്രി ശിവൻകുട്ടി മറുപടി പറഞ്ഞാൽ പോരെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പോലീസ് ഗുണ്ടാ സംഘത്തിനും ക്രിമിനൽ സംഘത്തിനും മുഖ്യമന്ത്രി നേതൃത്വം നൽകുന്നുവെന്നും അദ്ദേഹം രൂക്ഷഭാഷയിൽ കുറ്റപ്പെടുത്തി. തൃശൂരിൽ വീണ്ടും ക്രൂരമായ പോലീസ് മർദ്ദന ആരോപണം. ഓട്ടോ ഡ്രൈവറായ അഖിൽ യേശുദാസൻ എന്ന 28-കാരനാണ് ക്രൂരമർദ്ദനമേൽക്കേണ്ടി വന്നത്. ബൈക്ക് യാത്രക്കാരനെ ഇടിച്ചിട്ട് പോയത് അഖിലാണെന്ന സംശയത്തിൽ വിളിച്ചുവരുത്തി അന്തിക്കാട് SI ആയിരുന്ന അരിസ്റ്റോട്ടിൽ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് അഖിൽ പറയുന്നത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലായിരുന്നു മർദ്ദനം. SI അരിസ്റ്റോട്ടിൽ, CPO വിനോദ്, മഹേഷ് എന്നിവർക്കെതിരെയാണ് കുടുംബം ആരോപണം ഉന്നയിക്കുന്നത്. ഫയർഫോഴ്സ് മേധാവി യോഗേഷ് ഗുപ്തയ്ക്കെതിരെ ആഭ്യന്തര വകുപ്പ് ഉന്നതതല അന്വേഷണം തുടങ്ങി. വിജിലൻസ് മേധാവി എന്ന നിലയിൽ അനുമതിയില്ലാതെ അന്വേഷണ ഉത്തരവുകൾ പുറത്തിറക്കിയെന്ന പരാതിയിൽ ഒരു അഭിഭാഷകൻ നൽകിയ പരാതിയിലാണ് രഹസ്യാന്വേഷണം. സർക്കാരിനെ അനഭിമതനായ യോഗേഷ് ഗുപ്തയെ വിജിലൻസിന്റെ ചുമതലയിൽ നിന്നും മാറ്റിയിരുന്നു. മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണം എന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയിൽ പുതിയ ഹർജി. ഇതിനായി പരിശോധന നടത്തണമെന്നും അന്താരാഷ്ട്ര ഏജൻസിയെക്കൊണ്ട് പരിശോധന നടത്തണമെന്നും ആവശ്യപ്പെട്ട് സേവ് കേരള ബ്രിഗേഡാണ് സുപ്രീംകോടതിയെ സമീപിച്ചത്. ഡാം സുരക്ഷിതമാണെന്ന റിപ്പോർട്ട് തെറ്റാണെന്നും ഇതിന് തെളിവുകളുണ്ടെന്നും ഹർജിക്കാർ പറയുന്നു. മണ്ണുത്തി ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള 7 സഹകരണ ബാങ്കുകളിലെ അഴിമതി ചൂണ്ടിക്കാട്ടിയതിനെ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് തന്നെ തരം താഴ്ത്തിയെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞ് CPM പ്രാദേശിക നേതാവ്. നടത്തറ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗം നിബിൻ ശ്രീനിവാസനാണ് ആരോപണവുമായി രംഗത്തെത്തിയത്. അതേസമയം നിബിന്റെ ആരോപണം പാർട്ടി തള്ളി. ക്രമക്കേടുണ്ടായിട്ടില്ലെന്നാണ് CPM വിശദീകരണം. തന്റെ വൈഫ് ഇൻചാർജ് പരാമർശം സമസ്ത മുഷാവറയിൽ ചർച്ച ചെയ്തിട്ടില്ലെന്നും താൻ ആരെയും അധിക്ഷേപിച്ചിട്ടില്ലെന്നും സമസ്ത നേതാവ് ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി. താൻ അധിക്ഷേപിച്ചുകൊണ്ട് പ്രസംഗത്തിൽ സംസാരിച്ചുവെന്ന് തെളിയിക്കാൻ കഴിയില്ല. ദുഷ്ടലാക്കോടുകൂടി ചിലർ താൻ പറഞ്ഞത് വിവാദമാക്കുകയായിരുന്നു. തന്റെ വിമർശനം ചിലർക്ക് പൊള്ളിയെന്നും മന്ത്രിമാരെ മാത്രമല്ല പറഞ്ഞതെന്നും ഉദ്യോഗസ്ഥർ എന്നാണ് ആദ്യം പറഞ്ഞതെന്നും എന്നിട്ടും ചിലർ ആ രീതിയിൽ പ്രസ്താവനയെ വളച്ചൊടിച്ചുവെന്നും ബഹാവുദ്ദീൻ നദ്വി പറഞ്ഞു. KT ജലീലിന്റെ ആരോപണത്തിന് മറുപടിയുമായി യൂത്ത് ലീഗ് നേതാവ് PK ഫിറോസ്. നാണം കെട്ട് രാജിവെച്ചതിലെ പക മാത്രമല്ല KT ജലീലിനുള്ളതെന്നും മന്ത്രിയായപ്പോൾ നടത്തിയ മറ്റൊരു ഗുരുതര അഴിമതി പുറത്തുവരാൻ പോകുന്നു എന്നതിലെ വെപ്രാളമാണ് ജലീൽ കാണിക്കുന്നതെന്നും ഫിറോസ് പറഞ്ഞു. നിയമവിരുദ്ധമായ ബിസിനസ് താൻ നടത്തിയിട്ടില്ലെന്നും അതേസമയം തനിക്ക് അമേരിക്കൻ UK ബിസിനസ് വിസ ഉണ്ടെന്നും പല സ്ഥലങ്ങളിലും ബിസിനസ് നടത്തുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മുസ്ലിം ലീഗ് നേതാവും കൊടുവള്ളി MLAയുമായ MK മുനീറിന്റെ ആരോഗ്യനിലയിൽ പുരോഗതി. രക്തത്തിൽ പൊട്ടാസ്യത്തിന്റെ അളവ് കുറഞ്ഞതിന് പിന്നാലെ ഹൃദയാഘാതം കൂടി ഉണ്ടായതോടെയാണ് മുനീറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സുന്ദരിപ്പൂവേ പൂത്തുമ്പികളെ
Pulimutil Silks presents Unskippable Onam Collections. Starts at just ₹299. രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയെ പരോക്ഷമായി പരിഹസിച്ച് മന്ത്രി വി ശിവൻകുട്ടിയും ബിജെപി നേതാവ് പത്മജ വേണുഗോപാലും ഉറങ്ങാൻ പാരസെറ്റമോളും സിട്രിസിനും കഴിച്ചാണ് താൻ കിടക്കുന്നതെന്നും കടുത്ത മാനസിക സംഘർഷത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നതെന്നും രാഹുൽ പറയുന്നതിന്റെ ഓഡിയോ കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വർ പങ്കുവച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ശിവൻകുട്ടിയും പത്മജിയും പരിഹാസവുമായി എത്തിയത്. ആരോഗ്യവകുപ്പിനെതിരെ മുൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി രാജീവ് സദാനന്ദൻ. ആരോഗ്യമേഖലയിൽ കേരളം ഒന്നാമതെന്ന തള്ള് അപകടകരമെന്ന് രാജീവ് സദാനന്ദൻ വിമർശിച്ചു. ആരോഗ്യ സംവിധാനം ഇപ്പോഴും പ്രാകൃത അവസ്ഥയിലാണെന്നും ഡെങ്കിപ്പനി നിയന്ത്രിക്കാൻ കഴിയാത്തതും നിപ്പയുടെ ഉറവിടം കണ്ടെത്താൻ സാധിക്കാത്തതും നാണക്കേടാണെന്നും രാജീവ് സദാനന്ദൻ കുറ്റപ്പെടുത്തി. ഈ മാസം 20 നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിനുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗിന് അപ്രഖ്യാപിത നിയന്ത്രണം എന്ന് പരാതി. 19, 20 തീയതികളിൽ ഓൺലൈൻ ബുക്കിംഗ് നടത്താൻ കഴിയുന്നില്ലെന്നും ഭക്തരെ തടഞ്ഞാൽ ശക്തമായി പ്രതിഷേധിക്കുമെന്നും ഹൈന്ദവ സംഘടനകൾ വ്യക്തമാക്കി. എന്നാൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ലെന്നാണ് ബോർഡിന്റെ വിശദീകരണം. ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി ഇളക്കിയ നടപടിയിൽ ബോർഡ് തെറ്റ് ചെയ്തെന്ന മട്ടിലാണ് പ്രചാരണം നടക്കുന്നതെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. ദേവസ്വം തന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് സ്വർണ്ണപ്പാളി നീക്കിയതെന്നും ഒരു സുപ്രഭാതത്തിൽ എടുത്ത തീരുമാനമല്ല എന്നും അദ്ദേഹം പറഞ്ഞു. ചെന്നൈയിലേക്ക് സ്വർണ്ണപ്പാളി കൊണ്ടുപോയത് നടപടിക്രമം പാലിച്ചാണ്. ആചാരങ്ങൾ പാലിക്കാനാണ് ബോർഡ് ശ്രമിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. റാപ്പർ വേടനെതിരെ ഗൂഢാലോചനയുണ്ടെന്നും അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് വേടന്റെ സഹോദരൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ പരാതി നൽകി. വേടനെതിരെ രാഷ്ട്രീയ ഗൂഢാലോചന സംശയിക്കുന്നുവെന്നും അന്വേഷണം നടത്തി ഗൂഢാലോചന പുറത്തുകൊണ്ടുവരണമെന്നുമാണ് ആവശ്യം. വേടനെ സ്ഥിരം കുറ്റവാളിയാക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്നും വേടന്റെ വാക്കുകളെ നിശബ്ദമാക്കാനാണ് ഇതിലൂടെ ശ്രമമെന്നുമാണ് പരാതിയിൽ പറയുന്നത്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്ത് ഒരുമയില്ലെന്ന് CPM. ചിലർ വോട്ടുകൾ മനഃപൂർവ്വം അസാധുവാക്കിയെന്നും വോട്ടു ചോർച്ച നിരാശകരമാണെന്നും CPM നേതാവ് ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ 324 വോട്ടുകളാണ് ഇന്ത്യ സഖ്യം പ്രതീക്ഷിച്ചത്. എന്നാൽ B സുദർശൻ റെഡ്ഡിക്ക് കിട്ടിയത് 300 വോട്ടുകൾ മാത്രമാണ്. ചില ചെറിയ പാർട്ടികളെ കേന്ദ്ര സർക്കാർ സ്വാധീനിച്ചുവെന്നും ചില MPമാർ ബാലറ്റ് മനഃപൂർവ്വം അസാധുവാക്കിയെന്നും നേതാക്കൾ സംശയിക്കുന്നു. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ MPമാരെ കൂറുമാറ്റാൻ 20 കോടി വരെ ചെലവഴിച്ചതായി വിവരമുണ്ടെന്ന് TMC ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി ആരോപിച്ചു. MPമാരെ വിലയ്ക്കു വാങ്ങാമെന്നും ജനങ്ങളെ വിലയ്ക്കു വാങ്ങാൻ സാധിക്കില്ലെന്നും TMC MPമാർ എല്ലാവരും സുദർശൻ റെഡ്ഡിക്ക് തന്നെയാണ് വോട്ട് ചെയ്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. TMCക്കെതിരെ വിമർശനവുമായി BJP രംഗത്തെത്തി. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ പ്രതിപക്ഷം മത്സരിക്കുകയാണെന്നും സ്വന്തം MPമാരെക്കുറിച്ചാണ് അസംബന്ധം വിളിച്ചു പറയുന്നതെന്നും BJP വക്താവ് ഷെഹ്സാദ് പുനേവാല പറഞ്ഞു. ബാംഗ്ലൂരുവിലെ മെട്രോ സ്റ്റേഷനെ സെന്റ് മേരിയുടെ പേര് നൽകാനുള്ള നിർദ്ദേശം സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് ശുപാർശ ചെയ്യുമെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. പിങ്ക് ലൈനിലെ ശിവാജി നഗർ സ്റ്റേഷനെ സെന്റ് മേരിയുടെ പേര് നൽകാൻ ശുപാർശ ചെയ്യുമെന്നാണ് സിദ്ധരാമയ്യ പറഞ്ഞത്. സെന്റ് മേരീസ് ബസിലിക്കയിലെ വാർഷിക തിരുനാളിൽ ആർച്ച് ബിഷപ്പ് പീറ്റർ മച്ചാഡോയ്ക്കാണ് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയത്. RSS അനുകൂല വിദ്യാർത്ഥി വിഭാഗമായ ABVP നടത്തുന്ന രഥയാത്ര കോൺഗ്രസ് നേതാവായ കർണാടക ആഭ്യന്തരമന്ത്രി G. പരമേശ്വര ഉദ്ഘാടനം ചെയ്തതിനെ ചൊല്ലി പുതിയ വിവാദം. തുങ്കുരു ജില്ലയിലെ തിപ്തൂരിൽ സംഘടിപ്പിച്ച പരിപാടിയാണ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തത്. കഴിഞ്ഞ മാസം നിയമസഭയിൽ ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ RSS ഗണഗീതം ചൊല്ലിയത് വിവാദമായതിന് പിന്നാലെയാണ് ഈ സംഭവം. കൺഗ്രാചുലേഷൻസ് മിടുക്കിയാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. ചെലവ് എത്രയാന്ന്? KSFEയുടെ പുതിയ ഹാർമണി ചുറ്റി ചേരണം. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. KSFE ഹാർമണി ചുറ്റിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര. വജ്രകിരീടവും വജ്രമാലയും സ്വർണവാളും മൂകാംബിക ക്ഷേത്രത്തിൽ സമർപ്പിച്ച് സംഗീത സംവിധായകൻ ഇളയരാജ. കൊല്ലൂർ മൂകാംബികാദേവിക്കും വീരഭദ്രസ്വാമിക്കും 8 കോടി രൂപ വില വരുന്ന വജ്രം ഉൾപ്പെടുന്ന സ്വർണ്ണ മുഖരൂപവും വാളുമാണ് ഇളയരാജ സമർപ്പിച്ചത്. ബുധനാഴ്ച രാവിലെ കൊല്ലൂരിലെത്തിയ ഇളയരാജ ക്ഷേത്ര ദർശനം നടത്തിയ ശേഷം ആഭരണം കൊല്ലൂർ ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുകയായിരുന്നു.
ജന്മദിനത്തിൽ RSS മേധാവിയെ പുകഴ്ത്തി നരേന്ദ്രമോദി. മോഹൻ ഭാഗവത് വസുദൈവ കുടുംബകത്തിന്റെ പ്രതീകമെന്നും കഠിനാധ്വാനിയായ സർസംഘചാലക് എന്നും മോദി പ്രശംസിച്ചു. മോഹൻ ഭാഗവതിന്റേത് സാഹോദര്യവും സമത്വവും ശക്തമാക്കുന്ന നയം എന്നും മോദി പറഞ്ഞു. മോഹൻ ഭാഗവതിന് 75 വയസ്സ് പൂർത്തിയായ ദിനത്തിലാണ് മോദിയുടെ ആശംസ. ഉത്തരാഖണ്ഡിലെ പ്രളയബാധിത പ്രദേശങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സന്ദർശിക്കും. മണ്ണിടിച്ചിലുണ്ടായ ഉത്തരകാശി, ചമോലി ജില്ലകളിൽ മോദി വ്യോമ നിരീക്ഷണം നടത്തും. ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുമായി കൂടിക്കാഴ്ച നടത്തുന്ന മോദി സംസ്ഥാനത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വിലയിരുത്തും. സന്ദർശനത്തിന് പിന്നാലെ പ്രധാനമന്ത്രി ദുരിതാശ്വാസ പാക്കേജ് പ്രഖ്യാപിക്കും എന്നാണ് സൂചന. ഇന്ത്യൻ പൌരന്മാർ റഷ്യൻ സൈന്യത്തിൽ ചേരുന്നതിനെതിരെ ശക്തമായ മുന്നറിയിപ്പുമായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. ഈയടുത്ത് റഷ്യൻ സൈന്യത്തിലേക്ക് ഇന്ത്യൻ പൌരന്മാർ റിക്രൂട്ട് ചെയ്യപ്പെടുന്നതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നുവെന്നും ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ചും വിഷമതകളെക്കുറിച്ചും കഴിഞ്ഞ ഒരു വർഷത്തിനിടെ പലവട്ടം സർക്കാർ ഇന്ത്യൻ പൌരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണെന്നും വിദേശകാര്യ സെക്രട്ടറി രൺദീപ് ജയ്സ്വാൾ എക്സിൽ പങ്കുവച്ച പ്രസ്താവനയിൽ അറിയിച്ചു. നേപ്പാളിൽ ഇടക്കാല സർക്കാരിനെ ആര് നയിക്കുമെന്നതിൽ അന്തിമ ധാരണയായില്ല. സർക്കാരിന്റെ തലപ്പത്ത് മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കർക്കിയോ കാഠ്മണ്ഡു മേയർ ബാലേന്ദ്ര ഷായോ എന്നതിൽ ഇനിയും പ്രക്ഷോഭകർക്കിടയിൽ ധാരണയായിട്ടില്ല. അതേസമയം ഇടക്കാല പ്രധാനമന്ത്രി പദത്തിലേക്ക് സുശീല കർക്കിയെ ബലേന്ദ്ര ഷാ പിന്തുണച്ചു. ഇക്കാര്യത്തിൽ അനിശ്ചിതത്വം ഒഴിവാക്കി എത്രയും വേഗം സമവായത്തിലെത്താൻ സൈന്യം നിർദ്ദേശം നൽകി. ഇസ്രായേലിന്റെ ആക്രമണത്തിന് ഗൾഫ് രാജ്യങ്ങൾ ഒന്നിച്ച് മറുപടി നൽകുമെന്ന് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ ബിൻ റഹ്മാൻ ജാസിം അൽ താനി അറിയിച്ചു. പ്രതികരണം എന്താക്കണമെന്നതിൽ ചർച്ചകൾ നടക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇസ്രായേൽ ബുള്ളിംഗ് ആവർത്തിക്കില്ലെന്ന് ഉറപ്പാക്കുമെന്നും അർത്ഥവത്തായ നടപടി ഉണ്ടാകുമെന്നാണ് ഖത്തറിന്റെ പ്രതീക്ഷയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇസ്രായേൽ ഖത്തറിൽ വ്യോമാക്രമണം നടത്തിയ വാർത്ത പുറത്തുവന്നതോടെ കുതിച്ചുയർന്ന് ക്രൂഡ് ഓയിൽ വില. ബ്രെന്റ് ക്രൂഡ് ഓയിൽ 37 സെന്റ് അഥവാ 0.6% ഉയർന്ന് ബാരലിന് വില $66.39 US വെസ്റ്റ് ടെക്സസ് ഇന്റർമീഡിയറ്റ് ക്രൂഡ് ഓയിൽ ബാരലിന് $62.63 മിഡിൽ ഈസ്റ്റിൽ നിലവിലെ സാഹചര്യത്തിൽ സംഘർഷം വർദ്ധിക്കുമെന്ന ആശങ്കയാണ് വിപണിയെ ബാധിച്ചത്. മെക്സിക്കോ സിറ്റിയിലെ ദേശീയപാതയിൽ ഗ്യാസ് ടാങ്കർ പൊട്ടിത്തെറിച്ച് റോഡിലുണ്ടായിരുന്ന 30 കാറുകൾ കത്തിനശിച്ചു. 3 പേർ കൊല്ലപ്പെട്ട ദുരന്തത്തിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത് 70 പേർക്കാണ്. ഗുരുതരമായി പരിക്കേറ്റവരിൽ നവജാത ശിശുവും 2 വയസ്സ് പ്രായമുള്ള കുഞ്ഞും ടാങ്കറിന്റെ ഡ്രൈവറുമാണുള്ളത്. മരണസംഖ്യ ഇനിയും ഉയരുമെന്ന ആശങ്കയിലാണ് അധികൃതരുള്ളത്. ഇന്ത്യ പാകിസ്ഥാൻ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് മത്സരം നടക്കട്ടെയെന്ന് സുപ്രീംകോടതി. മത്സരം റദ്ദാക്കണമെന്ന പൊതുതാൽപര്യ ഹർജിയിലാണ് സുപ്രീംകോടതിയുടെ പ്രതികരണം. ഹർജി നാളെ തന്നെ പരിഗണിക്കണം എന്ന ആവശ്യം അംഗീകരിച്ചില്ല. ഞായറാഴ്ചയാണ് മത്സരം. പൂനെയിൽ നിന്നുള്ള മനുഷ്യാവകാശ പ്രവർത്തകനായ കേതൻ തിരോത്കറാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയിൽ ഹർജി സമർപ്പിച്ചത്. 2022 ലോകകപ്പ് നേടിയതിന് പിന്നാലെ സ്വന്തമാക്കിയ ഫിഫ റാങ്കിങ്ങിലെ 1ാം സ്ഥാനം അർജന്റീനയ്ക്ക് നഷ്ടമാവുന്നു. ലോകകപ്പ് യോഗ്യതാ റൌണ്ടിൽ ഇക്വഡോറിനോട് തോൽവി നേരിട്ടതാണ് അർജന്റീനയ്ക്ക് തിരിച്ചടിയായത്. ഈ മാസം 18-ന് ഫിഫ പുറത്തിറക്കുന്ന റാങ്കിങ്ങിൽ അർജന്റീന 3ാം സ്ഥാനത്തേക്ക് വീഴും. സ്പെയിൻ 1ാം റാങ്കിലേക്ക് കുതിക്കുമ്പോൾ ഫ്രാൻസ് ആയിരിക്കും 2ാം സ്ഥാനത്ത്. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.